അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് വെയിൽസ് എന്ന രാജ്യത്താണ്. UK തന്നെയുള്ള ഒരു കൺട്രിയാണ്. നമുക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ഈസി ആയിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോ UK വെയിൽസിലെ കാഴ്ചകളാണ് ഇത്തവണത്തെ വീഡിയോയിലുള്ളത്. ലീഡ്സിൽ നിന്ന് ഞങ്ങൾ 4 പേരും ഇറങ്ങിയപ്പോൾ ചന്നം ഭിന്നം ഒരു ചൊറിയൻ മഴ ഉണ്ടായിരുന്നെങ്കിലും വെയിൽസിലെത്തി കോൺവി കാസിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ മഴയൊന്ന് കുറഞ്ഞു വന്നു. ബാക്കി കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്ക്. വെയിൽസിലെ ഏറ്റവും ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ ഇത്തവണത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ ഹിസ്റ്ററി ചകഞ്ഞ് ഞങ്ങൾ പിന്നാലെ പോയിട്ടില്ല. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരിക. നിങ്ങൾ സന്തോഷിക്കുക, ഞങ്ങൾ സന്തോഷിക്കുക. ആദ്യത്തെ സ്ഥലം കോൺവി കാസിലായിരുന്നു. അടുത്ത് ഞങ്ങൾ പോയത് വെയിൽസിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിപ്പ് ലൈനിലേക്കായിരുന്നു. സിപ്പ് വേൾഡ് ടൈറ്റൻ എന്ന് പേരിട്ടിട്ടുള്ള ഈ സംഭവം യൂറോപ്പിലെ തന്നെ ഏറ്റവും വണ്ടക്കാച്ചി സാധനമാണ്. നമ്മൾ അങ്ങ് അകലേന്ന് ഞങ്ങൾ വന്നത് ഞങ്ങൾ അവസാനം എത്തി. സംഭവം നൈസായിരുന്നു. അവസാനം വന്നിട്ട് സഡൻ സ്റ്റോപ്പ് അടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ലെന്ന് പറയണേ. ഇനി അടുത്ത ലെവൽ ഇവിടുന്ന് വേറെ സിപ്പ് ലൈൻ്റെ മാത്രം ഒരു കിടക്കാച്ചി വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ സ്മൂത്തായിട്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ പടയെന്ന് പറഞ്ഞടിക്കും. പോയത് വെയിൽസിലെ മെയിൻ കില്ലാടികൾ ആരാന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ലാൻഡ്വിൻ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. അവിടുത്തെ വാച്ച് ടവർ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമ്മൾ എന്തായാലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അങ്ങ് അകലെ കാണുന്ന വിശാലമായിട്ടുള്ള കാർ പാർക്കിങ്ങിൽ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന റോട്ടിൽ കൂടെ വേണം നമുക്ക് നടക്കാനായിട്ട്. ചുറ്റും തല തല്ലി ആർത്തിരമ്പി പായുന്ന കടല് നമ്മൾ മുന്നോട്ട് വെൽക്കം ചെയ്തുകൊണ്ടത് ഈ മച്ചാനം. അപ്പോൾ പണ്ട് ഇവിടെ ഒരു പള്ളിയും കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. പള്ളിയൊക്കെ തവിടുപൊടിയായി. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ അകലെ കാണുന്നത്. അപ്പോൾ ആൾക്കാർ അങ്ങനെയും കണ്ടുപോകുന്നുണ്ട്. കണ്ട സൗത്ത് സ്റ്റാക്ക് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന വെയിൽസിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസ് കാണാനായിട്ടാണ് നമ്മൾ 1 മണിക്കൂറോളം നടക്കണം. ഇവിടേക്കും 10 പൗണ്ടാണ് ടിക്കറ്റ്. നമ്മൾ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് വ്യൂ പോയിന്റുകളുണ്ട്. അവിടെ ചെന്ന് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു 400 പടികൾ കുത്തനെ ഇറങ്ങി ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും അടുത്തേക്ക് ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. വെയിൽസിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അട്രാക്ഷൻ ഈ സ്ഥലമാണ്. അപ്പോൾ ഇത് ഒരിക്കലും മറക്കാതെ കാണേണ്ട സ്ഥലമാണ്.
ഇതാണ് കർണഫോൺ കാസിൽ കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ നല്ല വെയിലുണ്ട്. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഇവിടെ മുഴുവൻ വെള്ളവും ഇഷ്ടംപോലെ ബോട്ടുകളായിരുന്നു. ഇപ്പോൾ എല്ലാം വെള്ളം ഇറങ്ങിയിട്ട് ബോട്ടുകളൊക്കെ കരയ്ക്കാണ്. ബോട്ടുകളൊക്കെ പോകുമ്പോൾ ഈ പാലം 2 സൈഡിലേക്ക് ഓപ്പൺ ആവട്ടോ. ആ ടൈപ്പ് പാലമാണ് ഇത്. ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ UK വരുന്നവർ, പ്രത്യേകിച്ച് വെയിൽസിൽ വരുന്നവരാണെങ്കിൽ ഈ കോട്ട ഒരിക്കലും മിസ് ചെയ്യരുത്. കർണഫോൺ കാസൽ കേട്ടോ. ഇപ്പോൾ വെള്ളം തീരെ ഇല്ലാതിരിക്കുകയാണ്. വെള്ളം കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ആസ്വാദി ലുക്ക് വ്യൂ ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേളിലെ ആകാശം താഴെ റിഫ്ലക്റ്റ് ചെയ്യും. ഞങ്ങളിപ്പോൾ പോകുന്നത് സ്നോഡോണിയ എന്ന് പറയുന്ന സ്ഥലം കാണാനാണ്. അവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ, പക്ഷേ ട്രെയിൻ സ്റ്റേഷനിൽ അവിടുത്തെ മൗണ്ടൻ കയറുന്ന ട്രെയിനിലേക്ക് കയറാൻ വേണ്ടിയുള്ള ടിക്കറ്റുകളൊക്കെ സോൾഡ് ഔട്ടായി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ എന്ന് വിചാരിച്ച് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. കാണിച്ചു തരാം സ്നോഡോണിയ എങ്ങനെയുണ്ടെന്ന്. വലിയ ചെങ്കുത്തായ മലകളാണ് എല്ലായിടത്തും. വമ്പൻ മലകളൊക്കെ ആൾക്കാർ ഇത് ഇവിടെയൊക്കെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇത് കണ്ട കയറുകയാണ്. ഇവരൊക്കെ ട്രെയിനിൽ കയറാനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതാണ് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ. മല കയറാനുള്ള ട്രെയിനുകളാണ് ഈ കിടക്കുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ താമസം വെയിൽസിലൊരു ഗ്രാമപ്രദേശത്തെ ഫാം ഹൗസിലായിരുന്നു. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ വരുമാന മാർഗം പശു വളർത്തലാണ്. ഈ സ്ഥലങ്ങളൊക്കെ കണ്ട ഇവിടുത്തെ ഫാം ഹൗസിലായിരുന്നു ഞങ്ങൾ താമസിച്ചേട്ടോ. അപ്പം നമ്മുടെ ഇത്തവണത്തെ വെയിൽസിലെ മലകളും കോട്ടകളും വെള്ളച്ചാട്ടങ്ങളും അരുവികളും കടലും ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കരുത്, നമ്മുടെ കുരിശ് ജംഗ്ഷൻ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.